ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. കഴിഞ്ഞ തവണ ഞങ്ങൾ 3 വീഡിയോയിലായിട്ട് കപ്പിൾസ് ലൈഫിലെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കപ്പിൾസ് ലൈഫിലെ 4ാമത്തെ ഘട്ടത്തെ കുറിച്ചാണ്, 4th സ്റ്റേജിനെ കുറിച്ചാണ്. അതായത് കപ്പിൾസ് ലൈഫിലെ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കോപ്പറേഷൻ സ്റ്റേജ് ആണ്, സഹകരണ കാലഘട്ടം എന്നും ഇതിനെ പറയും. 3 കാലഘട്ടവും കടന്ന് 4ാമത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും 10 വർഷം മുതൽ 15 വർഷം വരെയുള്ള കാലഘട്ടത്തെയാണ് സഹകരണ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമയമാവുമ്പോഴേക്കും ഒരുവിധം കപ്പിൾസിനിടയിൽ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. പരസ്പരം ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെ കുറിച്ച് ശരിക്കും 80% അവരുടെ സ്വഭാവങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിരിക്കും. അവരുടെ ഓരോ ആഗ്രഹങ്ങളെ കുറിച്ചും ഇഷ്ടങ്ങളെ കുറിച്ചും എല്ലാം പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങും പരിഗണനയും പരസ്പരം റെസ്പോൺസിബിലിറ്റിയിലേക്കുമൊക്കെ വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. തന്റെ ജീവിത പങ്കാളിയെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന ബോധം രണ്ടുപേരിലും ഉണ്ടായിരിക്കും. ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭർത്താവിന് മാറാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭാര്യയ്ക്ക് മാറാൻ പറ്റില്ല എന്നുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയുള്ള ഒരു ജീവിതം നയിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് സഹകരണ കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ പല വിട്ടുവീഴ്ചകളും അവിടെ ഉണ്ടായിരിക്കും. മാത്രമല്ല, ഇനി തങ്ങളുടെ ജീവിതം അപ്പോഴേക്കും ഒരു 1, 2 ചിലപ്പോൾ 3, 4 ഒക്കെ കുട്ടികളായിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിന് വേണ്ടിയാണ്, അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇനി ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം അവരിലുണ്ടായിരിക്കും. വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ കാര്യത്തിലായിരിക്കും. പാരന്റിങ്ങിൽ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും. കാരണം കുട്ടികളുടെ പഠന കാര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലായിരിക്കും ഈ കാലഘട്ടം. ഒരു പാരന്റിങ് റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഉണ്ടാവുന്ന ഈ കാലഘട്ടത്തില്, 4ാമത്തെ ഈ കാലഘട്ടത്തില് പരസ്പരം മറക്കുവാനും പൊറുക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള ഒരു എബിലിറ്റി ഇവര് ഈ കാലഘട്ടത്തിൽ നേടിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്കൊന്ന് അനലൈസ് ചെയ്തു നോക്കൂ. ടേക്ക് കെയർ.